ഗാന്ധിജിയെ ലോകം അറിഞ്ഞത് ഗാന്ധി സിനിമ ഇറങ്ങിയ ശേഷമാണ് പോലും. അറ്റ്ലീസ്റ്റ് സിനിമ ഇറങ്ങിയിട്ട് നല്ല രീതിക്കല്ലേ ആളുകൾക്ക് അറിയാവുന്ന. പറയുന്ന ആളിനെപ്പോലെ ലോകം അറിഞ്ഞത് മറ്റേ ഗുജറാത്ത് കലാപത്തിന്റെ BBC ഡോക്യുമെന്ററി ഇറങ്ങിയ ശേഷമല്ലല്ലോ. അതാണെങ്കിൽ ആരും അറിയാതിരിക്കാൻ അങ്ങ് നിരോധിക്കുകയും ചെയ്തു. കള്ളൻ. ഒരു ദിവസം നിങ്ങളിങ്ങനെ ആറാടാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. ഒന്ന് കഴിയുമ്പോൾ അടുത്തതായിട്ട് തന്നോണ്ടിരിക്കുകയല്ലേ. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടെ തീർന്നാ വംശനാശം. ഇലക്ഷനും പ്രചരണവും തുടങ്ങും മുമ്പ് സത്യത്തിന് മോദി എന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു. എപ്പോ നോട്ട് നിരോധിക്കും, എപ്പോ ഓരോ ബില്ല് പാസ്സാക്കുമെന്ന് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഇങ്ങനത്തെ റാപ്പിഡ് ആക്ഷൻ കണ്ടിട്ട് ആളുകൾ ഇനി ഒരിക്കൽ കൂടെ ഇങ്ങനെ മണ്ടത്തരം കാണിക്കൂലെന്ന് തീരുമാനിച്ചെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ആഴ്ചയ്ക്ക് എനിക്ക് ഇങ്ങനെ ഓരോ ഐറ്റംസ് തന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം മറ്റേ വിദ്വേഷ പ്രസംഗം, പിന്നെ ജനനം ജൈവികമല്ല ദൈവം ഡയറക്റ്റ് അയച്ചതാണ്. അടുത്തത് ധ്യാനം കൂടാൻ കന്യാകുമാരിക്ക് പോക്ക്. ഇപ്പതാ ഗാന്ധിജി ആർക്കും അറിഞ്ഞൂടെ പോലും. കന്യാകുമാരിലെ ധ്യാനം കഴിഞ്ഞ് പറയാൻ പോണത് ഞാൻ ധ്യാനം ഇരുന്നത് കൊണ്ട് വിവേകാനന്ദന് ഇനിയിപ്പൊ ലോകം അറിയും എന്നായിരിക്കും. അല്ലെങ്കിലും പുള്ളി വിശ്വഗുരു ആണെന്നൊക്കെയാണല്ലോ സംഘികൾ പറയുന്നത്. ബൈ ദ ബൈ, ആ 100 കോടിയിൽ ഞാനില്ല. മിസ്റ്റർ, ഈ സിനിമ ഇറങ്ങിയിട്ട് 42 വർഷമായി. മോദിക്ക് ഇപ്പൊ 74. അതായത് മേൽപ്പറഞ്ഞ മോദി ജനിക്കും മുമ്പേ ഫേമസ് ആയ ആളാണ് ഗാന്ധി. 1939 ഗാന്ധി മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധിക്ക് 70ാമത്തെ ജന്മദിനാശംസകൾ നേർന്ന് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ മാംസവും രക്തവുമായി ഈ ഭൂമിയിൽ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടെന്ന് വരും തലമുറകൾ വിശ്വസിക്കാൻ സാധ്യതയില്ല എന്നാണ്. ലോകത്ത് 70ഓളം രാജ്യങ്ങളിൽ ഗാന്ധിയുടെ പ്രതിമയുണ്ട്. ഏത് ആർക്കും അറിഞ്ഞുകൂടാത്ത നേരത്തെ പറഞ്ഞ ഗാന്ധിയുടെ. നാലെടുത്ത് ഒരേ സമയം കണ്ടിരിക്കണു ചിലര്. വെള്ളിയാഴ്ചയും പാവം ഇന്ന് അങ്ങനെയൊക്കെ കണ്ടുന്ന് വരും. പോരാഞ്ഞിട്ട് ഈ സംഘി പറഞ്ഞത് നെൽസൺ മണ്ടേലയെയും മാർട്ടിൻ ലൂതർ കിങ്ങിനെയും എല്ലാവർക്കും അറിയാം, അതേപോലെ ആർക്കും ഗാന്ധിജി അറിഞ്ഞുകൂടാ എന്നാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ വിജയത്തിലെത്തിയ 2 സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരവും അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റും. ഈ 2 സമരങ്ങളുടെയും പ്രചോദനം മഹാത്മാഗാന്ധി ആയിരുന്നു എന്ന് പറഞ്ഞത് ഇതേ നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങുമാണ്. എന്നിട്ട് അവരെ 2 പേരെ അറിയുമ്പോൾ ലോകത്തിന് ഗാന്ധിജി അറിഞ്ഞുകൂടുന്നു. മിസ്റ്റർ ഇവരുടെയൊക്കെ റെഫറൻസ് തന്നെ ഗാന്ധിജിയാണ്. ടൈംസ് മാഗസിൻ സ്വമേധയാ 1931 ഗാന്ധിജിയെ പറ്റി പറഞ്ഞത് സെയിന്റ് ഗാന്ധി അല്ലെങ്കിൽ വിശുദ്ധനായ ഗാന്ധി എന്നാണ്. അതേ വർഷം തന്നെ ടൈംസിന്റെ ആ വർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ടും ഗാന്ധിജിയെ പ്രഖ്യാപിച്ചിരുന്നു. അല്ലാതെ ഇവിടെ ഒരാളെ പോലെ BBC വരെ വന്ന് ഡോക്യുമെന്ററി എടുത്ത് കള്ളത്തരം വെളിച്ചത്താക്കിയിട്ട് അത് ആളുകൾ അറിയാതിരിക്കുക, അത് നിരോധിച്ചിട്ട് അത് DYFI പോലുള്ള സംഘടനകളെ ഏറ്റെടുത്തിട്ട് രാജ്യത്തെ മുഴുവൻ ആളുകളും അത് കണ്ടിട്ട് അയ്യേ നാണക്കേട്.